ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അലമേദ ഐലൻഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അലമേദ ഐലൻഡിലെ വിശേഷങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് കാർലോസ് ചേട്ടൻ്റെ വിശേഷങ്ങളായിരുന്നു, കാർലോസ് ചേട്ടൻ്റെ ആ വാൻ ലൈഫിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, വീഡിയോ കാണുക. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ ഷൈൻ സുരേഷ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ മനോഹരമായിട്ടുള്ള സ്ഥലം, അപ്പുറവും ഇപ്പുറവും നല്ല മരങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ നോർമലി ഒരു ഭൂപ്രകൃതി. അതുപോലെ തന്നെ എനിക്കിവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, അതിന് തന്നെ ഇവിടുത്തെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന അവരുടെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാനാണ്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പീസ്ഫുൾ മൈൻഡ് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മളൊന്ന് ഹാപ്പിയാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് കേട്ടോ. നമ്മൾ പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ്, നല്ല എന്താ പറയുക, മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് പ്രകൃതിയെ സംബന്ധിച്ച ഒരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ആ വ്യൂ പോയിൻറ്റിന് അങ്ങോട്ട് കിടക്കാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ കാട്ടിലേക്ക് പോകുന്ന ആ ഒരു പ്രതീതിയാണ്. എന്തായാലും നേരെ നടക്കാൻ പറ്റും. ശരിക്കും ഇതൊരു ഓഫ് റോഡും കൂടിയാണ് കേട്ടോ. ഇതിലേക്കൂടി വണ്ടിയൊക്കെ പോവാം. ശരിക്കും നടന്നു വന്നാണ് ഏറ്റവും കൂടുതൽ കംഫോർട്ടബിൾ. പക്ഷേ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി അവിടം വരെ പാർക്ക് ചെയ്യാൻ, കണ്ടില്ലേ? ഇങ്ങനെ ഒരു നല്ലൊരു ഇറക്കമാണ്. അപ്പം അപ്പുറം ഇപ്പുറം നോക്കാതെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. കാട്ടിലും അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ള മരങ്ങളാണ്. അപ്പോൾ വിൻ്റർ അടുത്തായ കാരണം വയ്ക്കും ഇലകളൊക്കെ എല്ലാം പൊഴിഞ്ഞ് നിൽക്കുന്നതാണ്. മരങ്ങളിലൊക്കെ ഇതൊക്കെ പഴുത്ത് കുറേയൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ്. തണുപ്പായി. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഒരു നല്ല തണുത്തൊരു കാലാവസ്ഥ കൂടിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാനായിട്ട്. അത് തന്നെ എന്തായിട്ടില്ലേ, സ്കൈയൊക്കെ ആകെ മൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, തണുത്ത് ആ ഒരു ഇതായിട്ട്. ഇതുപോലെ രണ്ട് മൂന്ന് ഇറക്കങ്ങളും കയറ്റങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലം. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്നതാണ് നമ്മൾ ആ പറഞ്ഞ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും ഒരുപാട് കാഴ്ചകൾ ഇതിലേക്കൂടെ നടന്ന് കാണാനായിട്ട്, കണ്ടില്ലേ? ശരിക്കും ഒന്ന് റീഫ്രഷ് ആവാനുള്ള സ്ഥലം കേട്ടോ. ശരിക്കും ഭയങ്കര തണുപ്പ് വരുന്നുണ്ട്. ശരിക്കും ഞാൻ കോട്ട് എടുത്തില്ല, നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ടും അതുപോലെ തന്നെ ചുറ്റും നല്ല മരങ്ങളുള്ളത് കൊണ്ടാണ് അത്ര കൂടുതൽ തണുപ്പ്. പുറത്തത്ര തണുപ്പില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും ശരിക്കും ഒരു പ്രത്യേകം തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും മരങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് ഭയങ്കര തണുപ്പായില്ല. നല്ലൊരു എന്താ പറയുക, ഫ്രഷ് മൂഡ് കിട്ടുന്നൊരു സ്ഥലം കേട്ടോ. ഇവിടെ കണ്ട കാട്ടുപഴം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പഴുത്ത് വാടിപ്പോയി. വേണ്ട, കിളികളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതല്ലാത്ത അല്ലെങ്കിൽ കഴിക്കാറുണ്ട്. രണ്ടു മൂന്നെണ്ണം കണ്ടു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇത്തിരി കൂടി ഭംഗിയായിട്ട് തോന്നിയത്, നല്ല ചുമന്ന് കാര്യങ്ങളായിട്ടുള്ള. അപ്പുറവും ബ്ലാക്ക് കളറിലുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, കാട്ടുപഴം. ശരിക്കും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, വളരെ സന്തോഷം നിറഞ്ഞൊരു സ്ഥലം. എന്താ പറയുക, കണ്ടില്ലേ? നല്ല രസമാണ്. അതുപോലെ ഇതിൻ്റെ അടിയിലേക്ക് റോഡുണ്ട്, പക്ഷേ വണ്ടികൾ വളരെ ലിമിറ്റഡാണ് പോകാനൊക്കെ ആയിട്ട്. കാര്യങ്ങളൊക്കെ വണ്ടികളൊക്കെ നമ്മളപ്പുറം പാർക്ക് ചെയ്യണം. ഇതിലേക്ക് കൂടി ഇങ്ങനെ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളാണ്. ശരിക്കും നടന്ന് തന്നെ കാണണം. 2-3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങനെ നടക്കാനായിട്ട്. എന്താ പറയുക, കണ്ടില്ലേ? ഒരു വലിയ മല ഉണ്ട് അവിടെ. ഈ മരം കണ്ടോ?
ഈ മരമാണ് ഇവിടെ ഇവർ കത്തിക്കാനൊക്കെ എടുക്കുന്ന മരം. കത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻ്റർ സമയത്ത് വളരെ തണുപ്പായിക്കോളും. അപ്പോൾ ആ തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് ഇവർ വീടിൻ്റെ അകത്തൊക്കെ തന്നെ ചെറിയ ചെറിയ അടപ്പുണ്ടാവും ഈ വിറക് വെച്ച് തീ കായാനുള്ളത്. അപ്പം അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പെട്ടെന്ന് ഈ മരം കത്തും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മരമാണ് ഇത്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആളുകൾ ഇത് വെട്ടിയെടുത്തുകൊണ്ട് ഒക്കെ പോകുന്നത് തീ കായാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിപ്പോൾ കാട്ടിലേക്ക് എത്തിയിട്ടോ. അത് കണ്ടില്ലേ, ശരിക്കും നല്ല അപ്പുറവും കാടും തൊട്ടപ്പുറത്ത് വലിയൊരു മലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണേണ്. അപ്പോൾ ഇവിടെ ഒരു ഫിലിം ഷൂട്ടിങ് കിടപ്പുണ്ട് കേട്ടോ. കണ്ടില്ല, ഒരുപാട് വണ്ടികൾ അടിയിലേക്കുണ്ട്. അപ്പോൾ അവിടെ ഫിലിമിൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വശത്തേക്ക് വീഡിയോകൾ എടുക്കരുതെന്ന് അവർ അവിടെ നിന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം അങ്ങോട്ട്. നമ്മളുടെ വ്യൂ പോയിൻറ്റും അവിടെ തന്നെയാണ്. എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. പറ്റിയാൽ നമുക്ക് ഒരു ഷൂട്ടിങ് കാണാം പോർച്ചുഗീസ് പടത്തിൻ്റെ. അപ്പോൾ ഇപ്പോൾ അമ്മ കണ്ടത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പോർച്ചുഗീസ് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് അമ്മ കണ്ടത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, കൊറോണ ടെസ്റ്റ് ചെയ്യാനുള്ള ഡോക്ടേഴ്സ്, അതുപോലെ A to Z സെറ്റ് ഉണ്ട്. അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ ശരിയല്ലല്ലോ ആരും. അവരുടെ സെറ്റിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ ആരും. അപ്പോൾ എന്തായാലും കുറച്ച് ഷൂട്ടിങ് കാര്യങ്ങൾ കണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവരോട് ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. പക്ഷെ നമ്മൾ ആ വ്യൂ പോയിൻ്റ് മിസ്സായി. എന്നാലും കുഴപ്പമില്ല, ഇതിൽ ഒരുപാട് വേറെ സ്ഥലങ്ങളുണ്ട്. ശരിക്കും അധോലോക സ്ഥലങ്ങളെന്നൊക്കെ പറയില്ല. ഇത് കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തിവിടെ നമ്മൾ വേറെ. കണ്ടില്ലേ, എന്താ പറയുക, ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളും. ഇതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പം ഇത് പണ്ട് ഭൂകമ്പത്തിൽ തകർന്ന് പോയതാണ്. പിന്നെ ഇതൊന്നും എന്താ പറയുക ശരിയാക്കിയിട്ടില്ല. അപ്പം അത്രയും പഴക്കമുള്ള ബിൽഡിങ്ങാണ്. പക്ഷെ ഇത് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ കാണാൻ വരുന്നത്. കണ്ടില്ലേ, പന്ന് പൊളിഞ്ഞു പോയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പട്ടാ. അപ്പം എന്തായാലും നമുക്ക് അതൊന്ന് മൊത്തം ഒന്ന് ചുറ്റി കാണാമല്ലോ. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാവേ. നമുക്ക് അവിടുത്തെ വ്യൂ പോയിന്റ് എന്താ പറയുക നഷ്ടപ്പെട്ടെങ്കിലും ഇവിടെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥലത്തെ വ്യൂ പോയിന്റ് എന്ന് പറയാനായിട്ട്. കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട നദിയാണ് ടാഗസ് നദി. ടാഗസ് നദിനെ കുറിച്ച് നമ്മൾ പറയുന്നത് വലിയ ഇവിടുത്തെ ഏറ്റവും വലിയൊരു നദിയാണ് ഈ പോർച്ചുഗലിൽ തന്നെ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ അതെ ഫിലിം ഷൂട്ടിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം ഇറങ്ങിയിട്ട്.
അങ്ങനെ ഞാൻ ഈ പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ ഏറ്റവും എൻഡിലെത്തി, ഏറ്റവും താഴെ. മുകളിൽ നിന്നാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. അതുപോലെ തന്നെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ഏറ്റവും അടിയിലെത്തി. അടിയിൽ ആണിത് അവസാനിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലാണ് അവസാനിക്കുന്നത്. പിന്നെ എൻ്റെ ബാക്കിൽ പടം കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ കാണാൻ വന്ന വ്യൂ പോയിന്റ്. ശരിക്കും കാണാൻ വന്ന വ്യൂ പോയിന്റ് ഇതല്ല. ശരിക്കും അവിടെ ഷൂട്ടിംഗ് കിടക്കാനാണ് എടുക്കാൻ പറ്റിയില്ല. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള വേറൊരു വ്യൂ പോയിന്റാണ്. കണ്ടില്ലേ, ശരിക്കും വളരെ സമാധാനവും ശാന്തിയുള്ളൊരു സ്ഥലം. പോർച്ചുഗലിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥലമുണ്ട്. ഏറ്റവും വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഐലൻഡിലെ ഈ സ്ഥലം. പോർച്ചുഗലിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ ഒരു വിശേഷങ്ങളുമായി ഞാനെത്തും. പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.